നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ ഒരു പ്രബല ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാക് പട്ടാള മേധാവി അസിം മുനീർ. അധികാരങ്ങളെല്ലാം തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന അസിം മുനീർ പാക് ഭരണകൂടത്തെ മുച്ചൂടും താഴെ ഇറക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കാത്തിരിക്കുന്നത് മിക്കവാറും മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അതേ അവസ്ഥയായിരിക്കും. അതായത് സൈനിക മേലങ്കികൾ ഓരോന്നായി എടുത്തങ്ങ് അണിയുകയാണ് അസിം മുനീർ. പാകിസ്ഥാന്റെ കര, നാവിക, വ്യോമസേനകളെ പൂർണ്ണമായും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഏകീകൃത കമാൻഡിന്റെ തലവനായി ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് പദവി വഹിക്കുന്ന സൈനിക മേധാവിയായി അസിം മുനീറിനെ നിയമിച്ചുകൊണ്ട് പാകിസ്ഥാൻ പുതിയ സൈനിക നിയമം പാസാക്കി. അതായത് ഇത് അസിം മുനീർ തന്നെ ചോദിച്ചു വാങ്ങിയ പദവിയാണ്, അല്ലാതെ സർക്കാർ കൊടുത്തതല്ല. ഇതോടെ രാജ്യത്തെ സായുധ സേനകളുടെ മേൽ അസിം മുനീറിന് പൂർണ്ണമായ പരമാധികാരം ലഭിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച പാകിസ്ഥാൻ നാഷണൽ അസംബ്ലി പാസാക്കിയ ഡിഫൻസ് ഫോഴ്സ് ഓഫ് പാകിസ്ഥാൻ ആക്ട് 2026, നാഷണൽ കമാൻഡ് അതോറിറ്റി ആക്ട് 2010 എന്നിവയിലെ ഭേദഗതിയിലൂടെയാണ് പുതിയ സൈനിക ഘടനയ്ക്ക് നിയമപരമായ സാധുത നൽകിയത്. സായുധ സേനയിലെ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് വിരമിപ്പിക്കാനും പിരിച്ചുവിടാനും രാജിക്കത്ത് സ്വീകരിക്കാനോ നിരസിക്കാനോ സർവീസിൽ നിലനിർത്താനുമുള്ള പൂർണ്ണ അധികാരം അസിം മുനീറിനായിരിക്കും. കൂടാതെ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായപരിധിയിൽ മാറ്റം വരുത്താനും അസിം മുനീറിന് അധികാരമുണ്ടാകും. കര, നാവിക, വ്യോമസേനകളെ കൂടുതൽ കാര്യക്ഷമമായി സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കാനും സായുധ സേനയുടെ സുപ്രധാന ഓപ്പറേഷനുകൾ നിയന്ത്രിക്കാനുമുള്ള ചുമതല ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസിന് കീഴിലായിരിക്കും. ദേശീയ സുരക്ഷ, പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രധാന സൈനിക ഉപദേശകനായി ഇനി മുതൽ അസിം മുനീർ പ്രവർത്തിക്കും. പുതുതായി രൂപീകരിക്കുന്ന പ്രതിരോധ സേനാ ആസ്ഥാനം മുനീറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ പാസാക്കിയ 27ാം ഭരണഘടനാ ഭേദഗതിയുടെ തുടർച്ചയായാണ് ഈ പുതിയ നിയമനിർമ്മാണം. നേരത്തെ ഉണ്ടായിരുന്ന ചെയർമാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി എന്ന പദവിക്ക് പകരമാണ് സേനാ മേധാവിക്ക് തന്നെ പൂർണ്ണ ചുമതല ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പുതിയ തസ്തിക നിലവിൽ വന്നത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ആണവായുധങ്ങൾ ഉൾപ്പെടുന്ന തന്ത്രപ്രധാന വിഭാഗത്തിന്റെ ഏകോപനത്തിനായി കമാൻഡർ ഓഫ് ദി നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡ് എന്ന പുതിയ 4 സ്റ്റാർ തസ്തികയും രൂപീകരിച്ചിട്ടുണ്ട്. ജനറൽ സയ്യിദ് അമീർ റാസയെ കഴിഞ്ഞ മാസം ഈ പദവിയിലേക്ക് നിയമിച്ചിരുന്നു. പുതിയ സൈനിക ഘടന നടപ്പാക്കുന്നതിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാൻ പാകിസ്ഥാൻ പ്രസിഡന്റിന് പ്രത്യേക അധികാരം നൽകുന്ന വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ട്. അതായത് എല്ലാ പൊളിച്ചെഴുത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അസിം മുനീർ ഒരു പ്രബല ശക്തിയാകുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഭരണകൂടത്തിൽ വലിയ റോളൊന്നുമില്ല. അസിം മുനീർ തന്നെയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പോൾ പലതവണ പാകിസ്ഥാന്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി അങ്ങ് അമേരിക്കയിലേക്ക് പോലും പോയത് അസിം മുനീറാണ്. അത് ലോകം കണ്ടതാണ്. അതായത് പട്ടാളത്തിനാണ് വലിയ പ്രാധാന്യം അവിടെ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അസിം മുനീറിന്റെ ഈ ഇടപാടുകളൊക്കെ. അസിം മുനീർ ലക്ഷ്യം വെക്കുന്നത് ഒരു സർവാധികാരിയായി മാറുന്നതിന് വേണ്ടിയാണ്. അതായത് സൈനിക നടപടികൾ എനിക്ക് തോന്നുന്നത് പോലെ എടുത്തുപയോഗിക്കാൻ കഴിയണമെങ്കിൽ അവിടെ സർവാധികാരിയായി ഞാനെത്തണം, ഒരു ഭരണകൂടത്തിന് മുകളിലേക്ക് വളരണം എന്നുള്ള ചിന്തയിലാണ് അസിം മുനീർ അധികാരങ്ങളെല്ലാം തന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഓരോ തരത്തിലൂടെ ബില്ലുകൾ അവതരിപ്പിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് വലിയ റോളില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അസിം മുനീർ ലക്ഷ്യം വെക്കുന്നത് അത്രയും. ഈ അധികാരം മുഴുവൻ തന്റെ കയ്യിലേക്ക് എത്തിക്കാൻ വെമ്പൽ കൊള്ളുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ: ഇന്ത്യയെ ആക്രമിക്കുക, കശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അസിം മുനീറിന്റെ ആത്യന്തിക ലക്ഷ്യം. അതിന് തടസ്സമായി നിൽക്കുന്നത് ഭരണകൂടത്തിന്റെ ചില ഇടപെടലുകളും നിലപാടുകളും കരാറുകളുമൊക്കെയാണ്. അതെല്ലാം കീറി എറിഞ്ഞുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അസിം മുനീർ ഇറങ്ങുന്നത്. അസിം മുനീറിന്റെ ചരടുവലിക്കുള്ളിലാണ് പാകിസ്ഥാൻ പട്ടാളം നിൽക്കുന്നത്. ഇത് മാത്രമല്ല, ആണവായുധത്തിന്റെയൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം അസിം മുനീറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ അപകടമാണ് അവിടെ ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അസിം മുനീർ ഒരു ആണവായുധം പ്രയോഗിക്കുന്നതിന് പോലും മടിക്കില്ല. കാരണം അയാൾക്ക് അത്രത്തോളം ഇന്ത്യ വിരോധമാണ് അയാളിലുള്ളത്. കശ്മീർ തങ്ങളുടേതാണ്, കശ്മീർ പിടിച്ചടക്കുക,
താൻ അധികാരത്തിലിരിക്കുമ്പോൾ കശ്മീരിനെ പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കുക എന്നൊക്കെ സ്വപ്നം കണ്ട് കഴിയുന്ന ഒരാൾ. എന്നാൽ അസിം മുനീർ ഓർക്കേണ്ട ഒന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയാണ്. ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലെ IBയുടെയും റോയുടെയും ഒക്കെ ഹിറ്റ് ലിസ്റ്റിലെ ഒരു പ്രധാന പേരുകാരനാണ്. നിങ്ങൾക്ക് പിന്നാലെ തന്നെ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഇവിടുത്തെ ചാരന്മാർ നിങ്ങൾക്ക് ചുറ്റും പറന്ന് നടക്കുന്നുണ്ട്. ഇന്ത്യ മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പാകിസ്ഥാനിൽ അജ്ഞാതർ ഇറങ്ങി പല ഭീകരരെയും കൊന്നു തള്ളുന്നത് ഈ അജ്ഞാതർ ഇന്ത്യൻ പുലിക്കുട്ടികൾ തന്നെയാണെന്ന് ഇന്ത്യക്കാർ ആത്മാഭിമാനത്തോടെ പറയുന്നുണ്ട്. എന്തിനേറെ പാകിസ്ഥാൻ തന്നെ ഇത് പറയുന്നുണ്ട്. പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ പോലും പറയുന്നുണ്ട് ഈ അജ്ഞാതൻ ഇന്ത്യയുടെ ആയുധമാണെന്ന്. ഇതിനോടകം ഈ അജ്ഞാതൻ കൊന്നു തള്ളിയ ഭീകരർ മുഴുവൻ ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരാണ്. മുംബൈ ആക്രമണത്തിലും പുൽവാമ ആക്രമണത്തിലും ഒക്കെ പങ്കാളികളായ ഭീകരരെയാണ് തുടരെ പാകിസ്ഥാന്റെ മുക്കിലും മൂലയിലും ഇട്ട് ഇന്ത്യൻ ചുണക്കുട്ടികൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പക്ഷേ ഇതുവരെ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ല ഈ അജ്ഞാതർ ഇന്ത്യയുടെ വജ്രായുധങ്ങളാണെന്ന്. എന്തായാലും അസിം മുനീർ മനക്കോട്ട കെട്ടുന്നത് തന്നിലേക്ക് അധികാരം പൂർണ്ണമായി എത്തുമ്പോൾ ഇന്ത്യയെ കയറി ആക്രമിക്കാം എന്നുള്ള വ്യാമോഹമാണ്. ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ പോലും നിരന്തരം പാകിസ്ഥാനിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന വെല്ലുവിളികൾ എന്താണ്? ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്നുള്ള ഭീഷണിയായിരുന്നു. നമ്മൾ അതിനെ ഭയക്കേണ്ടത് തന്നെയാണ്. ഇന്ത്യ അതിർത്തികളിൽ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒരു സമയം എത്തിയിരിക്കുന്നു. 24 മണിക്കൂറും നമ്മളുടെ ശ്രദ്ധ പാകിസ്ഥാൻ അതിർത്തികളിൽ ഉണ്ടായിരിക്കേണ്ട സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ പട്ടാള മേധാവിയായി സർവാധികാരിയായി അസിം മുനീർ ഉള്ള കാലത്തോളം ഇന്ത്യ ആശങ്കപ്പെടണം. നേരിട്ട് കയറി അടിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കയറി അടിച്ച് തീർക്കാൻ സെക്കൻഡുകൾ മതി. പക്ഷേ പിന്നിൽ നിന്നുള്ള പാകിസ്ഥാന്റെ ചതിപ്രയോഗങ്ങൾ, അതിനെ നേരിടുമ്പോൾ ഇന്ത്യയും പതറിപ്പോകും. നമ്മൾ കണ്ടതാണല്ലോ മുംബൈ ഭീകരാക്രമണമൊക്കെ. രാജ്യം വിറങ്ങലിച്ച സമയങ്ങളായിരുന്നു. പിന്നീട് നമ്മൾ തിരിച്ചടി കൊടുത്തു എങ്കിൽ തന്നെയും പിന്നീടുണ്ടായ പല ആക്രമണങ്ങൾ, അതിനൊക്കെ നമ്മൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നിൽ നിന്നുള്ള ആക്രമണങ്ങളായിരുന്നു അതെല്ലാം. ഒരിക്കൽ പോലും പാകിസ്ഥാൻ നമുക്ക് നേർക്ക് നേർ നിന്ന് യുദ്ധത്തിന് വന്നിട്ടില്ല. യുദ്ധത്തിന് വന്ന സമയങ്ങളിലൊക്കെ തോൽവിയായിരുന്നു ഫലം. ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നേർക്ക് നേർ നിന്ന് ഇന്ത്യയെ അടിക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാനും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ചതിപ്രയോഗങ്ങൾ, ചാവേർ ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങൾ, ഇന്ത്യക്കുള്ളിൽ സ്ലീപ്പർ സെല്ലുകൾ വളർത്തുന്നത്. ഇതുപോലെയുള്ള ചതിപ്രയോഗങ്ങളാണ് പാകിസ്ഥാൻ എല്ലാ കാലത്തും പുറത്തെടുക്കുന്നത്. ഇപ്പോൾ അധികാരം മുഴുവൻ തന്നിലേക്ക് എത്തിച്ചുകൊണ്ട് വീണ്ടും സർവശക്തനായി മാറിക്കൊണ്ട് കശ്മീർ പിടിച്ചടക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഉറപ്പായും അസിം മുനീർ കടക്കും. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് അയാൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഷഹബാസ് ഷെരീഫിനെ കാത്തിരിക്കുന്നത് ഇമ്രാൻഖാന്റെ അവസ്ഥ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല.